ഹലോ. അങ്ങനെ മുഖവുരയില്ലാതെ നിങ്ങൾക്കറിയാം ഡയാനയെക്കുറിച്ചാണ് പറയുന്നത്, അവരുടെ മക്കളെക്കുറിച്ചും. ദാ കണ്ടില്ലേ, അങ്ങനെ നമ്മുടെ ഡയാന കുട്ടിയുടെ മക്കൾ ഇതാ ഇത്രയായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ കുട്ടായിയും ഡയാന കുട്ടിയുടെ മക്കളുമൊക്കെ ഭയങ്കര കൂട്ടാണ്. ഇവർ തങ്ങളിൽ ഭയങ്കര സ്നേഹമാണ്. ഇപ്പോൾ അമ്മയെക്കാളും സ്നേഹം കുട്ടായിയോടാണ് ഈ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ സ്നേഹം. എന്തൊക്കെ അക്രമങ്ങൾ കാണിച്ചാലും കുട്ടായി ഒന്നും മിണ്ടത്തില്ല, ഒരു ഉപദ്രവവും ചെയ്യത്തില്ല. വളരെ വളരെ ദേഹോപദ്രവങ്ങൾ ഈ കുട്ടികൾ കുട്ടായി ചെയ്യുമ്പോൾ മാത്രമാണ് അവൻ ജസ്റ്റ് ഒന്ന് പ്രതികരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുട്ടായി ഒരു നല്ല ഒരു മോനാണ്. കുട്ടായി പൂച്ചയാണ് കേട്ടോ. അപ്പോൾ ആ പൂച്ചയ്ക്ക് ഈ പപ്പിക്കുഞ്ഞുങ്ങളോട് ഭയങ്കര സ്നേഹമാണ്. പപ്പിക്കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ അവൻ്റെ തലയിൽ നക്കുന്ന കാണോ പെടലിൽ നക്കുന്ന കാണോ എന്ന് വേണ്ട, അവസാനം കടിക്കുകയും കൂടി ചെയ്യുമ്പോഴാണ് കുട്ടായിയുടെ സ്വഭാവം മാറുന്നത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് തട്ട് കൊടുക്കുകയുള്ളൂ. പക്ഷെ അവൻ കൈക്കകത്തുനിന്നുള്ള ഈ നഖങ്ങളൊന്നും പുറത്തെടുക്കാതെയാണ് കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെ ആയാലും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഏകദേശം ഈ പ്രായം എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഫെബ്രുവരി 15-ാം തീയതിയാണ് ഡയാന ഈ മക്കളെ പ്രസവിച്ചത്. ഇപ്പോൾ ഏകദേശം മെയ് 15-ാം തീയതി ആകുമ്പോൾ ഇവർക്ക് 3 മാസം പൂർത്തിയാവും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കുഞ്ഞുങ്ങളെയൊക്കെ വേണമെങ്കിൽ ഒന്ന് കമൻറ്റിൽ കൂടി ചോദിച്ചാൽ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ മക്കളുമാരൊക്കെ നല്ല ചുണക്കുട്ടികളാണ് കേട്ടോ, നല്ല മക്കളുമാരാണ്. ഇതാ അവർ കണ്ടില്ലേ, അവർ പിന്നെ അതായത് നമ്മുടെ ബാക്ക് വശം, കടുക്കളുടെ ബാക്ക് വശത്താണ് വന്നിരിക്കുന്നത്. ആ മക്കളുമാർക്ക് വീടിനകത്ത് നിൽക്കാനാണ് ഭയങ്കര ഇഷ്ടം. കാരണം ഡയാനയുടെ മക്കളല്ലേ, അപ്പോൾ പകുതി ഡയാനയുടെ സ്വഭാവവും കാണിക്കും, ബാക്കി പകുതി അവരുടെ അച്ഛൻ്റെ സ്വഭാവവും കാണിക്കും. അച്ഛൻ നമ്മുടെ ഡോബർ രാജകുമാരൻ പുറത്തല്ലേ കെട്ടിയിട്ടിരിക്കുന്നത്. പക്ഷേ ഇവർക്ക് എപ്പോഴും ഈ 4 മക്കൾക്കും വീട്ടിനകത്ത് കയറി വരാനാണ് ഇവർക്ക് ആഗ്രഹം. പക്ഷേ നമ്മൾ കുറച്ച് നേരത്തേക്ക് അകത്തൊക്കെ കയറ്റുള്ളൂ, പിന്നെ അവരെ പുറത്ത് തന്നെയാണ്. അവരെ കെട്ടിയിടുകയോ ഒന്നും ചെയ്യത്തില്ല. അവർക്ക് പുറത്ത് എന്താ പറയേണ്ടത്, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ആ കുട്ടായിയെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. സഹികെട്ട് കുട്ടായിക്ക് സഹികെട്ടാണ് ചിലപ്പോൾ ഈ കുഞ്ഞുങ്ങളെയൊക്കെ അടിക്കും. പക്ഷേ വേദനയൊന്നും എടുക്കത്തില്ല. അപ്പോൾ മക്കളുമാരെല്ലാം എന്താ പറയേണ്ടത്, ഈ ഇത്രയൊക്കെ എത്തി. പക്ഷേ ഡയാന രാജകുമാരി ഇപ്പോൾ പാലൊന്നും കൊടുക്കില്ല കേട്ടോ. പാലൊക്കെ വറ്റി. ഇനി അവർ തിന്നാറായല്ലോ, നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന മക്കളാണ്. അപ്പം ഞാനിതുപോലെ ചിക്കനൊക്കെ വാങ്ങി മഞ്ഞപ്പൊടിയും ഒക്കെ ചേർത്ത് നന്നായിട്ട് വേവിച്ച് ക്യാരറ്റും കൂടിയൊക്കെ അതിനകത്ത് ഇട്ടിട്ടാണ് ഞാൻ വേവിക്കുന്നത്. അപ്പോൾ ഇത് 2 മക്കളുമാരാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും മൂത്തതിനെ കാണിച്ചുതരാം. ഇവൻ രണ്ടാമത്തതാണ് കേട്ടോ. ഇത് രണ്ടാമത്തതാണ്, നമ്മൾ ആൺകുട്ടിയാണ്, ഇത് മോനാണ്. ഇനിയിപ്പം മൂത്തവനെ ഞാൻ കാണിച്ചു തരാം. ഇത് അത് മൂന്നാമത്തതാണ്. ഇവള് മൂന്നാമത്തതാണ്. ഇവള് പെൺകുട്ടിയാണ് കേട്ടോ. പക്ഷെ ഭയങ്കര സ്നേഹമാണ്. ഈ ആൺകുട്ടികളെക്കാളും സ്നേഹമാണ് ഈ പെൺകുട്ടിക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എൻ്റെ വീട്ടിൽ വളർത്തുന്നതും പെൺകുട്ടികളാണ്. അങ്ങനെ തരംതിരിവൊന്നുമില്ല. ഇവിടെ ആണും പെണ്ണൊന്നും അങ്ങനെയൊന്നുമില്ല, എത്ര തുല്യമാണ്. എനിക്ക് നമുക്ക് ആൺകുട്ടികളെ കിട്ടിയേ അങ്ങനെയുള്ള അങ്ങനെയുള്ള വേർതിരിവൊന്നുമില്ല. അതായത് ഇതും പെൺകുട്ടിയാണ്. ഇത് നമ്മൾ ഡോബർ മഹാരാജാവിനെ പോലെയാണ് ഇരിക്കുന്നത്. അവളെ പേരാണ് ഡോറ. ഞാൻ വിട്ടിരിക്കുന്നത് അവളെ ഞാനിവിടെ എടുക്കുകയാണ്. ബാക്കി 3 പേര്, അതായത് തള്ളയുടെ കുറേ കാര്യങ്ങൾ, അതായത് തള്ളയുമായിട്ട് സാമ്യമുള്ള 3 പേരെയും ഞാൻ സെയിലിന് ചെയ്യുന്നുണ്ട്. പക്ക നമ്മളെ ഡോവറിനെ പോലെ ഇരിക്കുന്നതാണ്ട് ഈ ഡോറക്കുട്ടി. ആ വാലിട്ടടിക്കുന്നില്ലേ, അവളെ ഞാൻ വളർത്താൻ പോവുകയാണ് കേട്ടോ. കാരണം ഡോവറിൻ്റെ അവളൊരു തനി നാടൻ്റെ ഒരു ലുക്കാണ്. പക്ഷേ അമ്മയുടെ സ്നേഹവും കാണുമല്ലോ. അപ്പോൾ ഈ കാണുന്ന ബാക്കി ഇരിക്കുന്നവനാണ് ഏറ്റവും മൂത്തത്. അവന് ഇത്തിരി വണ്ണമൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് വാലടിക്കുന്നതല്ല, അല്ലാതെ ഇരിക്കുന്നവൻ. ഇത് 2 ഇളയ കുട്ടികളാണ്. ഏറ്റവും ഇളയതാണ് നമ്മുടെ ഡോവറിനെ പോലെ ഇരിക്കുന്ന നായ്ക്കുട്ടി. ആ ബേക്കിലിരിക്കുന്നവനാണ് ഏറ്റവും മൂത്തത്. ആ കാണുന്ന ബേക്കിൽ. അപ്പോൾ ഇവരുടെ വിശേഷങ്ങൾ പറഞ്ഞാൽ ഒരുപാടുണ്ട്. ഇവരുടെ കളിയും ഇവരുടെ കുസൃതികളും ഭയങ്കരമാണ്. ഇവർ രാത്രിയായി അവർക്ക് ഉറക്കമൊന്നുമില്ല. ഗേറ്റൊക്കെ ഉള്ളതുകൊണ്ട് അതിനകത്ത് നിന്ന് കളിക്കും കേട്ടോ. പിന്നെ ഡയാന കുട്ടിയാണെങ്കിൽ ഇപ്പോൾ പാലൊന്നും കൊടുക്കാത്തതുകൊണ്ട് അവരെ മൈൻഡ് പോലും ചെയ്യത്തില്ല. മക്കളെ ഇപ്പോൾ പാലൊന്നും കൊടുക്കത്തില്ല. പിന്നെ ഇതാണ് മൂത്ത കുട്ടി കേട്ടോ. ഇവനാണ് കുറച്ച് വണ്ണമുള്ളത്. അപ്പം ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് എടുത്ത് കാണിക്കുകയാണ്. ഈ നമ്മുടെ ഡോബറിൻ്റെ ഏറ്റവും മൂത്ത കുട്ടിയാണ് പോകുന്നത്, ഈ വരുന്നത് കേട്ടോ. ഇത് കണ്ടില്ലേ, അവനാണ് മൂത്ത കുട്ടി. നല്ല സ്നേഹമാണ്. അവന് ഇത്തിരി വണ്ണമൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നടന്നു വരുന്ന കാണാൻ നല്ല